മാരിയും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ BR മാച്ച് അയക്കാണ് വന്നേക്കണത്. അപ്പോൾ ഒരു പൊട്ടറാണ് മാർസലിറ്റി കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ അണ്ണാക്കി കൊണ്ടാണ് ഇറക്കിയേക്കണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ ഗണ്ണും തപ്പി നടക്കണേണ്. ഷോർട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതിനടുത്ത് വെറുതെ സ്പേസ് കളയണ്ടെന്ന് ചോദിച്ചിട്ട് സൈഡിന് ടീമേറ്റിന് നല്ല മുട്ടേനെ അടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പെട്ട അവസ്ഥയിലാണ് ഗൈസ്. കയ്യിൽ ഗണ്ണും ഇല്ല. അപ്പോഴാണ് ബാക്കിൽ മറ്റേ വീട് കണ്ടത്. വീട്ടിലേക്ക് ഓടിക്കയറാന്ന് ചോദിച്ച് ബ്ലൂവാളൊക്കെ ആക്കി വെച്ച് നമ്മളിങ്ങനെ വീട്ടിലേക്ക് ഓടിക്കയറി ലൂട്ടടിക്കാൻ വേണ്ടി പോയപ്പോൾ 994 കിട്ടിയത്. 994 കിട്ടി. നമ്മൾ 994 റീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ടീമേറ്റ് ബാക്കിൽ നിന്ന് ടീമേറ്റ് നല്ല മുട്ടയും അടിങ്ങാനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൂട്ടടിച്ച് വേഗം എനിമീസിനൊക്കെ തൂത്ത് വാരി അടിച്ച് വിടാമെന്ന് വിചാരിച്ച് നമ്മങ്ങനെ എനിമീസിനെ എന്താ ഇറങ്ങിയേക്കണേന് പിന്നെ ഇപ്പം ഇവിടെ ഒന്നൊരു ഗണ്ണും ഇല്ലടേ. കുറേ ഇതൊക്കെ എലിമിനേഷനൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ടീമേറ്റ് അവിടെ നിന്ന് കണ്ടം പിടിച്ചേക്കണേന് അടി കൊണ്ടിട്ട് ചിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. VS അങ്ങനെ കിട്ടി. VS ലെവൽ 2 ആക്കി വെച്ച് ഈ കളി എന്തായാലും VSS എടുത്ത് കളിക്കാമെന്ന് ചോദിച്ച് VSS ലെവൽ 2 കാര്യങ്ങളൊക്കെ ആക്കിയപ്പോഴാണ് സൈഡിൽ റിവൈവ് അടിക്കണം. നമ്മൾ പങ്ങാട് വച്ച് പിടിക്കാൻ പോകണേന്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വച്ച് പിടിക്കാൻ പോയപ്പോഴാണ് അവിടെ റിവൈവ് പോയി അവിടെ ക്യാൻസൽ കാര്യങ്ങളൊക്കെ കാണിച്ചത്. പിന്നെ അങ്ങോട്ട് പോയില്ല. ടീമേറ്റ് നോക്കുമ്പോൾ അതേ വലിച്ചിട്ട് കീറ്റി കൊടുക്കുന്നവന്മാരാ. അങ്ങനെ ഞാനും ഒരു 29 കൊടുത്ത് ഒരു രക്ഷയില്ല. ടീമേറ്റ് എടുക്കാത്ത കാട്ട് രക്ഷ ടീമേറ്റ് അവിടെ പോയി നോക്കായിട്ടുണ്ട്. ഓക്കെ അവനവിടെ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടിക്കാൻ മടിങ്ങൾ നമുക്ക് ഇറങ്ങി ചെന്ന് അടിക്കാനാണ്. കയ്യിലാണെങ്കിൽ 2 ഗ്ലൂവാളുള്ളൂ. അങ്ങനെ അവൻ്റെ സൈഡിൽ തലമണ്ണ അടിച്ച് കൊണ്ടിട്ടുണ്ട്. സോണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവനെ നോക്കാൻ ഓടിച്ചെന്ന ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. നമ്മൂടെ ഓടിച്ചെന്ന ടീമേറ്റിനെ അങ്ങനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അവന് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ തൂത്ത് വാരിയിട്ടുണ്ട്. പെട്ടെന്ന് സാധനം കണ്ടപ്പോൾ എനിമിയാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റിപ്പയറിങ് ബെസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അടുത്ത എനിമിയെ തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോഴും സൈഡിൽ റിവൈവിൽ പിന്നെ റിവൈവ് പോയി ഇത് കാണിക്കണത്. നമ്മൾ ഓടി വേഗം അങ്ങോട്ടേക്ക് വച്ച് പിടിക്കണേണ്. ആരാണെങ്കിൽ അവൻ അടിച്ച് മിന്നിച്ച് വിടാമെന്ന് വിചാരിച്ചത് നേരെ വച്ചങ്ങനെ പിടിക്കണേണ്. അപ്പോഴാണ് അടുത്തൻ്റെ റിവൈവും കാര്യങ്ങളൊക്കെ അടിക്കണത്. അവനത് നമ്മൾ അടിച്ചുകൊടുക്കണേണ്. അങ്ങനെ ടീം വൈപ്പ് ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴാണ് സൈഡിന് വേറെ എനിമി അടിക്കുന്നത്. ടീമേറ്റൊക്കെ എന്തെയുടെ സപ്പോർട്ടിനും മഞ്ഞില്ല, തേങ്ങക്കും മഞ്ഞില്ല. അങ്ങനെ അവൻ അവിടെ കയറി ലൂട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണെങ്കിൽ നല്ല ഡാമേജ് വെച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഫ്രീസും കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ഫ്രീസ് അല്ല ഗ്ലൂമൽത്തരം കാര്യങ്ങളൊക്കെ വലിച്ച് കീറിയിട്ടുണ്ട്. അവൻ എസ്കേപ്പ് അടിക്കാൻ വേണ്ടി നോക്കണേണ് ഗൈസ്. ടീമേറ്റ് അവൻ്റെ ബാക്കിൽ പിന്നാലെ വച്ചങ്ങൾ പിടിക്കണേണ്. പക്ഷെ ഓനെ കിട്ടിയിട്ടില്ല ഇതുവരെയൊക്കെ ആയിട്ടും. ഓൻ ബാക്ക് വലിയതാണെന്ന് എൻ്റെ ഡൗട്ട്. അങ്ങനെ അവനെ തപ്പി പോണേണ്. കയ്യിലാണെങ്കിൽ ആമോ ഇല്ല. അടി കൊണ്ടുകഴിഞ്ഞാൽ പെട്ടതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ബാക്ക് വലിഞ്ഞിട്ടുണ്ട് നൈസിന്. അങ്ങനെ എവിടെയെങ്കിലൊക്കെ കുറച്ച് കണ്ടുമുട്ടണമെങ്കിൽ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബാക്ക് വലിഞ്ഞ് ഞാനിപ്പോൾ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി പോയേക്കണേണ്. VSS 2 ലെവൽ 3 ആക്കാനുള്ള അപ്ഗ്രേഡ് ഇപ്പം തപ്പി പോണേണ്. ഇപ്പം അങ്ങനെ ഞാനിങ്ങനെ തപ്പി നടക്കണേണ്. ഇവിടെ എനിമീസ് ആണെങ്കിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനിങ്ങനെ തപ്പി സൈഡിൽ കൂടിയൊക്കെ പോണേണ്. അപ്പോഴാണ് ടീമേറ്റ് നോക്കാതിരിക്കണം. അവിടെ നിന്ന് സൈലൻസർ വെച്ച് അടിച്ചുകൊണ്ട് കുറച്ചൊന്നും കേട്ടില്ല. അപ്പം നമ്മൾ ടീമേറ്റിനെ വേഗം പൊക്കി വിടാമെന്ന് വിചാരിച്ച് നമ്മൾ ടീമേറ്റിനെ വേഗം പൊക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി വിളിക്കണം. സേഫ് അല്ല എന്ന് മനസ്സിലായി. അവൻ കറങ്ങി ഒന്ന് പറ്റിച്ചടിക്കണേ നമ്മളങ്ങനെ എസ്കേപ്പ് വീഡിയോ ആണ്. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്കൊരു ചെറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മിങ്ങനെ ഓടിങ്ങനെ പോകണേണ്.
ബംഗാൾ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കൈസ്, എന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ നമ്മിങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ പോകണേണ്. മറ്റേ സ്ഥലമാണ്. അവരിതിനകത്ത് കയറിയിട്ടില്ല എന്ന് എനിക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ട്. എവിടെയാണ് എനിമി സ്പോട്ട് കിട്ടുന്നാവോ? പൊട്ടനകത്തേറിയിരിക്കണം ഗൈസ്. ഇവനെന്തിനാ അകത്തേറിയിരിക്കണേ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവനിക്ക് തന്നെ ലൂട്ട് അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗൈസ്. അവൻ്റെ ലൂട്ട് അവനിക്ക് തന്നെ അടിക്കാനായിരിക്കും. അങ്ങനെ ഞാൻ പയ്യനെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെറുതെ കറങ്ങാൻ പോണേന്. കറങ്ങിയിട്ട് വരാം ഗൈസ്, കറങ്ങിയിട്ട് വരാം. നമ്മ അങ്ങനെ ചെറുതായിട്ടൊരു ലെവലപ്പെട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലെവലപ്പെട്ടി ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി പോണേണ് ഗൈസ്. ലെവലപ്പെട്ടി എടുത്തിട്ടുണ്ട്. വന്നപ്പോഴാണ് ഇവിടെ സൈഡിൽ അപ്ഗ്രേഡ് ഇപ്പോൾ ഉള്ളത്. VSS ലെവൽ 3 ആക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മ തപ്പി നടന്ന് മടുത്ത് ലാസ്റ്റ് എവിടെയെങ്കിലും കിടന്ന് കിട്ടട്ടെ ചോദിച്ചിട്ട് അങ്ങനെ പോണേണ്. അങ്ങനെ നമ്മൾ തപ്പി നടന്നു. എന്താ പിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് ഏറാമക്ക് ഭയങ്കര ക്ഷാമാണെന്ന് തോന്നുന്നു ബെർമുഡയിൽ. അപ്പോഴാണ് ചെക്കനോട് നിൽക്കാണ്ട് അവിടെ ഉണ്ടായിരുന്നത് എടുക്കാൻ പറ്റില്ല. ചെക്കൻ അപ്പം ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അടുത്ത് തപ്പിറക്കാം. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഏറാമുണ്ടായിരുന്നു, അതും ഇന്നലെ ഞാനെടുത്ത്. എനിമി സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കാൻ എന്നെ പേടിപ്പിക്കാൻ നടക്കില്ല. നമ്മൾ ഗണ്ണുകാരൊക്കെ റീലോഡ് ചെയ്യാൻ പറഞ്ഞു. ഗണ്ണുകാരിലൊക്കെ റീലോഡ് ചെയ്തിട്ട് ഞാൻ വേഗം വച്ചിടിക്കണേ അങ്ങോട്ട്. അങ്ങനെ വച്ചിങ്ങനെ പിടിക്കണേ. ഒറ്റ എനിമീസിനെ കാണാമെങ്കില്ല. ഫസ്റ്റ് കിട്ടിയത് ഓടിയിപ്പൊന്നല്ലാതെ വേറെ ഒന്നുമില്ല ഗൈസ്. ഫാക്ടറി മൊത്തം അടിച്ച് പറക്കണേണ്, ഒന്നും കിട്ടിയിട്ടില്ല. ഫാക്ടറി മൊത്തം അടിച്ച് വറക്കിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഫാക്ടറി അടിച്ച് ഉറക്കിയിട്ടുണ്ട്. അവിടെ കിടന്നൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പോയി ബാഗ് ലെവൽ 3 വാങ്ങാൻ വേണ്ടി പോണെയാണ്. ബാഗ് ലെവൽ 3 കാര്യങ്ങളൊക്കെ ബാഗ് ലെവൽ 3 കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇനി നമ്മൾ ലൂട്ട് അടിച്ച് തൂക്കുന്നതായിരിക്കും. എൻ്റെ ഫേവറേറ്റ് ഗണ്ണാണ് കിടക്കണത്. പക്ഷേ ഈ കളി VSS ഇട്ടൊരു കളിയില്ല. നമുക്ക് A94 മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ A94 മാറ്റിയിട്ട് ത്രോ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്ര നേരം ആമ തപ്പിയിടുന്ന വെറുതെ ഇരിക്കുന്നത്. പക്ഷേ SD ആണ് വേണ്ടത് നമുക്ക്. SD കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണേ. ഒന്നും കിട്ടാനുള്ള SD മല കയറിക്കൊണ്ടിരിക്കണേ. ടീമേറ്റ് എവിടെ പോയി കിടക്കണം മാത്രമല്ല, ടീമേറ്റ് ബാക്കിൽ തന്നെ ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് ഷോ മാർക്ക് അയക്കണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഏകദേശം പീക്കിൻ്റെ സൈഡിലായിട്ട് വരാനുള്ള എല്ലാ തിങ്സും കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ തൊട്ട് അവിടെ ആയിട്ട് ഡ്രോണൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡ്രോണിൽ പറഞ്ഞിട്ട് വരണ്ടെന്ന് വെച്ച് സൈഡിലേക്ക് നീങ്ങി സൈഡിൽ കൂടി പോണേണ്. മോൻ തപ്പി പോണേണ് ഗൈസ്. ഡ്രോപ്പ് ഇടയ്ക്കണ്ടത് എന്തോ വന്തികേട് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ആരാണ്ടൊക്കെ വന്ന് എടുത്തിട്ടുള്ളത് ഡ്രോപ്പാണത്.
നമ്മ വേഗം SG വാങ്ങാൻ വേണ്ടി പോകണ. SG ഇതിനകത്ത് ഫ്രീ ആണ്. SG വാങ്ങി 36 SG ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ടീമായിക്കോട്ട് അടിച്ചിട്ടുണ്ട്. അവൻ്റെ തലമണ്ട അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ലൂട്ടും കാര്യങ്ങളൊക്കെ വച്ച് കീച്ചിക്കൊണ്ടിരിക്കണേണ്. അവൻ്റെ അടുത്ത് SG ഉണ്ടാകുന്നു. SG അല്ല, നമ്മ ഇപ്പം തപ്പണത് SMG ആണ് ഗൈസ്. അവൻ്റെ തലയും കാര്യങ്ങളൊക്കെ അടിച്ച് കിഞ്ഞിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ അടുത്ത് തന്നെ ഇവനെയും തപ്പി ഇങ്ങനെ നടക്കണേണ്. ഫൈനൽ ഫൈറ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓഹോ, പുതിയ അപ്ഡേഷനിലത്തെ സംഭവമാണിത്. ലാൻഡ് മൈനൊക്കെ വെച്ചിട്ടുണ്ടാകും. സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് കയറണത്. അങ്ങനെ തപ്പിക്കൊണ്ടിങ്ങനെ നിൽക്കണേണ്. ബൈക്കും കാര്യങ്ങളൊക്കെ അടിയിൽ കിടക്കുന്നുണ്ട്. അടിയിൽ എന്തോ പൊരിഞ്ഞ അടി ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനും ഇവിടെ എന്തായാലും എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ എന്താണ് ആർസനലിൻ്റെ അവിടെ ആയിട്ട് എനിമി ഉണ്ട് ഒരെണ്ണം. മറ്റേ വളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം അവിടെ എനിമി ഉണ്ടോയെന്ന്. കാറൊക്കെ കിടക്കാനുണ്ട് ഗൈസ്. എന്തായാലും സോണിപ്പെട്ട് ഓടി വരുമ്പോൾ അവൻ അടിച്ച് വീണിച്ചിടാം. ടീം മാച്ചിന് അപ്പോൾ അടിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണോ ഗൈസ്. അപ്പോഴേ എടുത്തുനിന്ന് ഇവിടെ പറന്നിറങ്ങി അപ്പം തന്നെ പൊരിഞ്ഞ അടി കിടക്കണേനൂടെ. അവനിപ്പോൾ ഒരു അടിയിലും കൊള്ളാം ഗൈസ്. പൊരിഞ്ഞ അടി കിടക്കണേരുന്നൂടാ. അങ്ങനെ അവനെ നോക്കിയിട്ടിട്ടുണ്ട് നമ്മ. സൈഡിൽ നിൽക്കുന്നത് രണ്ട് ടീമും കാര്യങ്ങളൊക്കെ വൈക്കൗട്ട് ആക്കിയിട്ടുണ്ട്. 5 കില്ല് തൂത്തുമായിരുന്നു. നമ്മൾ അടുത്ത എനിമിയിൽ തപ്പി പോകുന്ന ടീമേറ്റ് എവിടെ കിടന്ന ആ വടിയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നല്ല പുട്ട ഫൈറ്റ് കിടക്കണായിരുന്നു. ഗൈസ്, അവിടെ മറ്റേ എന്താണ് അതിനെ പറയണത്, ട്രാൻസ്പാരൻ്റ് ആണ് സാധനമൊക്കെ വച്ചിട്ടുണ്ട് എനിമി വന്നിട്ട്. ഞാനിവിടെ തപ്പിക്കൊണ്ടിരിക്കണത് AR അല്ല, SMGയും SGയുമാണ് ഗൈസ്. അങ്ങനെ അവിടെ തപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണേണ്. സാധനം എടുത്തിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കണപ്പോൾ എടുത്താണ്. എനിമി സ്കാൻ ചെയ്യണ സാധനമാണ് ഗൈസ്. 4 പേരും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഗൈസ്, ഇനി 2 പേരുള്ളൂ. പരസ്പരം തമ്മിലടിച്ച് ചത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 പേര് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലാണ് പൊരിഞ്ഞടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിമി അവിടെ ഉണ്ട്. ഗൈസ്, എവിടെന്നോ എൻ്റെ തലക്കിട്ട് എങ്ങനെയോ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ജസ്റ്റിൻസിനാണ് ഭൂവി അങ്ങനെയുള്ളതൊക്കെ മിസ്സായി പോയത്. ഞങ്ങൾക്ക് ഓട്ടോറിക്ക് കവറെടുത്ത് നിൽക്കണമായിരുന്നു. അപ്പോഴാണ് അവൻ്റെ തലക്കിട്ട് അടിച്ചത്. 77 ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.